സജീവ മാവോയിസ്റ്റ് പ്രവർത്തനമുള്ള ഒരു മേഖലയാണിത്. ഇവിടെ ഈ തൊട്ടടുത്തുള്ള പുഴ കടന്നാൽ അപ്പുറത്ത് ചാർക്കണ്ടാണ്. ഇവിടെയുള്ള ഗ്രാമത്തിൽ ഒരു വീട്ടിലും ടി വി ഇല്ല. പക്ഷേ ബസാറിൽ കുറച്ചപ്പുറത്തെ ബസാറിൽ വലിയ വലിയ വീടുകളിൽ ടി വി ഉണ്ടെന്നുള്ളതാണ്. വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലെ മനുഷ്യർ പറയുന്നു, ഞങ്ങൾ കാട്ടിൽ പോയി വിറകെടുത്താണ് ജീവിക്കുന്നത്, അതിന് പോലും വേണ്ട പണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ എവിടെയാണ് വികസനം, ഞങ്ങൾ എന്താണ് വികസനം എന്ന് പറയേണ്ടത് എന്നവർ ചോദിക്കുന്നു. ഒരു വീട്ടിൽ പോലും നമുക്കറിയാം ഇന്ത്യയുടെ ഭൂരിഭാഗവും പിടിച്ചെടുത്തിട്ടുണ്ട് മാവോയിസ്റ്റുകൾ. അതിന്റെ കാരണം എന്താണ്? ഇവരൊന്നും പാകിസ്ഥാനിന്നോ ബംഗ്ലാദേശിന്നോ കയറി കൂടിയ തീവ്രവാദികളല്ല. ഇന്ത്യയിൽ നിന്ന് നക്സലൈറ്റുകൾ ആയുധ പരിശീലനത്തിന് വേണ്ടി ശ്രീലങ്കയ്ക്ക് പോയിട്ടുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതാണ്. എന്നിട്ടും ഒരു കൂട്ടം ജനങ്ങൾക്ക് ഇന്നും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു. 2014 BJP നക്സൽ വേട്ടകൾ തുടങ്ങി. ആയിരക്കണക്കിന് നക്സലൈറ്റുകളെ വെടിവെച്ചു കൊന്നു. പക്ഷെ ഇന്നും എന്തുകൊണ്ട് ഇവർക്കൊന്നും നീതി കിട്ടുന്നില്ല? ഇവിടെ കുറെ RSS തീവ്രവാദികളുടെ സമാധാനത്തിനു വേണ്ടി ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്നു. അവരുടെ ഗ്രാമങ്ങളിലും അവരുടെ വീടുകളിലും എന്തൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നറിയില്ല. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇവിടെയില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കണം, ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്നു? ചൈനയിൽ മുസ്ലിംസിനെ കൊല്ലുന്നു എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയാൻ ഇവിടെ ആളുകളുണ്ട്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നും പറഞ്ഞ് കരയാൻ ആളുകളുണ്ട്. ആഫ്രിക്കയിൽ ക്രിസ്ത്യൻസിനെ കൊല്ലുന്നു എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്രയും മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ട് അത് അന്വേഷിക്കാൻ യാതൊരു സംവിധാനവും ഇവിടെ ഇല്ല. കാരണം കാടുകളിൽ ജീവിക്കുന്ന ആദിവാസികളാണ് ഇവര്. ആദിവാസികളെ കൊന്ന അമേരിക്കക്കാരൻ ചോദിക്കുവോ?